ഉപരി എല്ലാവരും ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള സന്തോഷം അമ്മൻ സ്വന്തം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ അവൻ ഈ വർഷത്തെ ദൂതിലേക്ക് അവൻ ചാടി പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് അവൻ 2026 എന്നൊരു ന്യൂ ഇയർ കാണാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. അവന്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ വിചാരിച്ചു, കർത്താവെ, ഏറ്റവും കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ, ഞങ്ങൾ 9 മണിക്ക് തുടങ്ങിയ ആരാധന, അപ്പോള് പെട്ടെന്ന് തീരുമാനിക്കുള്ള ചിന്തയിലാണ് ഞങ്ങൾ പോയതാ. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അവൻ പപ്പാട് സാക്ഷ്യം പറഞ്ഞു കഴിയാൻ ഇടയായില്ല. അത് ദൈവത്തിന്റെ ഒരു സ്നേഹവും കരുതലുമായതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 2026 കർത്താവിന്റെ ആത്മാവ് ഞങ്ങൾക്ക് സഭയായി തരുന്ന ദൂത്. ദിസ് ഇസ് എ ഇയർ ഓഫ് ഗ്രോയിങ് അൺടു ക്രൈസ്റ്റ്. ക്രിസ്തുവാകുന്ന തലയോളം വളരുന്ന ഒരു വർഷം. ടൈം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒത്തിരി മെറ്റീരിയൽ കവർ ചെയ്യുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു വിടുക. അതുകൊണ്ടാണ്, എനിക്കറിയാം സമയം കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പവർ പോയിന്റിലേക്ക് ഇട്ടു. ഇതെല്ലാം നമുക്ക് ചിന്തിക്കണം, ഈ വർഷം മുഴുവനും പഠിക്കേണ്ടതാണ്. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. 2026 is a year of growing unto Christ, the head. തലയാകുന്ന ക്രിസ്തുവോളം വളരുന്ന ഒരു വർഷം. a year of spiritual growth and maturity. ഒരിക്കലും വിചാരിക്കരുത്, ഒരാൾ വന്ന് വചനം പ്രസംഗിക്കുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നത് കൊണ്ട്, സ്പിരിച്വൽ ലീഡർഷിപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ വ്യക്തി മെച്യൂർ ആണെന്ന് ആരും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ആ പുള്ളി ഗ്രോൺ ആണെന്ന് ചിന്തിക്കരുത്. സ്പിരിച്വൽ മെച്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. ആമേൻ, സ്തോത്രം. നമുക്കൊരു വാക്യം എടുത്താട്ട് എഫെസ്യ ലേഖനം, ആമേൻ, സ്തോത്രം ചെയ്യുന്നു, 4-ാം അധ്യായം, അതിന്റെ 14 മുതൽ 16 വരെയാണ് ഈ വർഷത്തിലെ നമ്മുടെ താക്കോൽ വാക്യം. അപ്പോൾ ഓർത്തോണം, ഗ്രോയിങ് ഫ്രം ക്രൈസ്റ്റ്, ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്, growing through Christ and growing unto Christ. ഓർത്തോണം, ക്രിസ്തുവിൽ നിന്ന് നീ വളരണം, ക്രിസ്തുവിന്റെ ഉള്ളിൽ വളരണം, ക്രിസ്തുവിൽ കൂടി വളരണം, ക്രിസ്തുവിലേക്ക് വളരണം. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളില് ജസ്റ്റ് നമ്മൾ അറിയാം, അടിസ്ഥാന ഉപദേശങ്ങൾ ഒത്തിരി ഉണ്ട്. വചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ വിട്ട് നാം ഉപരിയിലേക്ക് പോകേണ്ട അവസ്ഥകളായിരിക്കുന്നു. വായിച്ചാട്ടെ, എഫെസ്യ ലേഖനം 4:14-16. മലയാളത്തിൽ ആദ്യം വായിക്കാം, പിന്നെ ഇംഗ്ലീഷിലും വായിക്കാം. മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംശത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉത്ഭവിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ നോക്കണം, ഇംഗ്ലീഷിൽ വായിച്ചോ. ഇംഗ്ലീഷ്. Because we know that the one who raised the Lord Jesus from the dead will also raise us. അതല്ല, your Ephesians chapter 4:14-16. That we should no longer be children. That we should no longer be children. ശിശുക്കളായിരിക്കാതെ. കാരണം ശിശുവായിരിക്കുന്നിടത്തോളം കാലം പല ഉപദേശങ്ങൾ വരുമ്പോൾ അത് ശരിയാണ്, ഇത് ശരിയാണ്, എല്ലാം ശരിയാണെന്ന് ഒരു തോന്നലുണ്ടാകും. അങ്ങനെ പല ഉപദേശത്തിന്റെ കാറ്റുകളാൽ അടിച്ചു ഉലയ്ക്കപ്പെടാതെ tossed to and fro and carried about with every wind of doctrine by the trickery of men. Trickery, അതാണ് ഡോക്ട്രിൻ മാത്രമല്ല, മനുഷ്യൻ ഈ ഉപദേശങ്ങളെ വചനത്തിനെ തന്ത്രത്തിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളെ സത്യത്തിലേക്ക് വരാതിരിക്കാൻ they will try their best. ഈ വചനം ഉപയോഗിച്ചാൽ they will use the same word. Trickery ആണത്. So we have to realize that. എന്നിട്ട് the cunning craftiness of deceitful plotting. നോക്കണം, cunning craftiness of deceitful people. കാരണം അവർ already deceived by the devil. എന്നിട്ട് വന്നിട്ട് നിങ്ങളെയും ആ വചനത്തിന്റെ ഉപദേശങ്ങൾ കുരുക്കി. കാരണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ശരിയാണല്ലോ എന്ന് തോന്നും. അങ്ങനെ പല ഉപദേശങ്ങളാൽ നിങ്ങൾ ഉലയ്ക്കപ്പെട്ട് ശിശുക്കളെ പോലെ ആയിരിക്കുക. അത് വായിച്ചോ. But speaking the truth in love may in all things. പിന്നെ എന്ത് ചെയ്യണം? സ്നേഹത്തില് സത്യം. അനേകം സത്യം സംസാരിക്കും. സത്യം സംസാരിക്കുന്നത് അത് സംസാരിക്കേണ്ട രീതിയിലല്ല. നീ സ്നേഹത്തിൽ ട്രൂത്ത് സംസാരിക്കുന്നതും ജസ്റ്റ് സത്യം പറയുന്നതും വിട്ടിൽ ഡിഫറെന്റ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ച് may grow up in all things into എല്ലാത്തിലും എവിടെ വരെ വളരണം? ക്രിസ്തു എന്ന തലയോളം. ഗ്രോയിങ്, who's the head,
Christ from the whole body. ആമേൻ. ക്രിസ്തുവാകുന്ന തലയോളം വളരണം. സഭയെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം ഇതാ പ്രിയമുള്ളവരെ, ഞാൻ രക്ഷിക്കപ്പെട്ടത് നല്ലത്, സ്നാനപ്പെട്ടത് നല്ലത്, അഭിഷേകം പ്രാപിച്ചത് നല്ലത്, ആരാധനയ്ക്ക് പോകുന്നത് നല്ലത്. പക്ഷെ ഇന്ന് ഇഫ് യു ആർ റിട്ടാർഡഡ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്, നോ യൂസ്. ക്രിസ്തുവാകുന്ന തലയോളം വളരണം. വായിച്ചു അടുത്തത്. Joined and knit together by what every joint supplies. Knit together. സന്ധിമജ്ജകൾ നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിന്, ഇത് തന്നെ വളർച്ച എന്നൊരു വിഷയമാണ്. വളർച്ച. ഐ മീൻ everything should be knit together. അടുത്തത്. According to the effective working by which every part does its share. എഫക്റ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ഓർത്തോണം, എവറി പാർട്ട് അതിന്റെ ജോലിയാണ്. ഇപ്പൊ ഈ നമ്മുടെ ബോഡി ഗ്രോത്ത് ആകണമെങ്കിൽ അതിന്റെ ഓരോ ഓർഗൻസും അതിന്റെ ഫംഗ്ഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഗ്രോത്ത് ആയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എത്രയോ കുഞ്ഞുങ്ങൾ റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഐ മീൻ കണ്ടിട്ടുണ്ടോ, രൂപം കണ്ടിട്ടുണ്ടോ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കിഡ്സിനെ? ഹാവ് യു സീൻ ഇറ്റ്? ദേ ആർ ഗ്രോൺ അപ്പ്, they cannot coordinate things, right? അപ്പോൾ നോക്കണം, everything is knit together so that everything will function properly, then only you can become an adult. I mean പ്രയോജനമുള്ള ഒരു വ്യക്തി. അപ്പൊ എല്ലാം knit together ആയിരിക്കണം. ഓരോ പാർട്ടും അതതിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ you will be retarded. വായിച്ചോ അടുത്തത്. Which causes growth of the body for അത് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ശരീരത്തിന്റെ ഗ്രോത്ത് വരുന്നത്. for the edifying of itself in love. Amen. For the edifying of itself in love. സ്നേഹത്തിൽ വളരണമെങ്കിൽ അതാണ് അത്യന്താപേക്ഷിതം. ഇന്ന് പല വാക്യങ്ങളുണ്ട്. I mean 2 Peter 3 verse 18. But grow in grace and knowledge of our Lord and Savior Jesus Christ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും ജ്ഞാനത്തിലും വളരാൻ പത്രോസ് പറയുകയാണ്. കൊലോസ്യ ലേഖനത്തിലെ പൗലോസ് പറയുന്നു, so then just as you receive Christ as Lord, continue to live your lives in Him, rooted and built up in Him. അവൻ ക്രിസ്തുവിനെ നിങ്ങൾ പ്രാപിച്ചതുപോലെ അവനിൽ വേരൂന്നിയും അവൻ വളർച്ച പ്രാപിച്ചും വരുവാൻ പൗലോസ് പറയുന്നു. എഫെസ്യ ലേഖനത്തിൽ നമ്മളിപ്പോ വായിച്ചു, സ്നേഹത്തില് സത്യം സംസാരിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളരണം. പിന്നെ എബ്രായ ലേഖനത്തില് പറയുക, പഴയ അടിസ്ഥാനം ഇട്ടുകൊണ്ട് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, അതിനുപരിയിലേക്ക് നീ വേണം. ബേസിക് വേണം, അടിസ്ഥാനമില്ലാതെ പണിയില്ലെന്ന് ഓർത്തോണം. എന്നുമെന്നും നീ അടിസ്ഥാനമിടാതെ അതിന് മുകളിലേക്ക് ഒരു ഗ്രോത്ത്. അവൻ ക്രിസ്തുവാകുന്ന തലയോളം മെച്യൂരിറ്റി. ദൈവത്തിന്റെ ആഗ്രഹം അതാ. അവൻ ദൈവനം നോക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ എല്ലാവരും നോക്കി പഠിക്കുമ്പോൾ മെച്യൂരിറ്റിയുടെ ലാക്നെസ്സും കർത്താവ് എങ്ങനെ അവരെ നയിച്ചെന്നും പിന്നീട് അവരെങ്ങനെ വളർന്നെന്നും വനത്തിൽ കൂടെ കാണാൻ കഴിയും. പെട്ടെന്ന് പോയിട്ട് 2025 മുതൽ 26 tonight, I mean we stand between what has been, ഒരിക്കലത് ആയിരുന്നു, in what shall be. അതിന്റെ മധ്യത്തിൽ നിൽക്കുക. 1 year closed its mouth and another year opened its arm. Watch night is not just about counting down time. I mean it is about consecrating direction. കൗണ്ട് ഡൗൺ ചെയ്യുന്ന ഒരു സമയമല്ല വാച്ച് നൈറ്റ് സർവീസ് എന്ന് പറയുന്നത്. നിന്നെ ഒരു പുതിയ ശുശ്രൂഷ വേണ്ടി നിന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കർത്താവ് എന്നെ തന്നെ ഞാൻ ഒരുക്കുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു. കാരണം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇന്ന് നിങ്ങൾ മരിക്കാതിരിക്കാൻ കാരണം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഫിലിപ്പോസുകൾ പറഞ്ഞൊരു പദ്ധതിയുണ്ട്. എന്തിനാ ജീവനോടെ വെച്ചത്? എന്നേ പോകേണ്ടതാ. സൂസിയാനയുടെ കാര്യം നിങ്ങൾക്ക് കേൾക്കാമല്ലോ. എന്നെ മരിച്ചുകൊണ്ട് ഇറ്റ്സ് ഇംപോസിബിൾ ഷീ ക്യാൻ ലിവ്. മെഡിക്കൽ ശാസ്ത്രം അനുസരിച്ച് ആ പ്രിയ സഹോദരി ജീവിക്കാൻ ഒരു വഴിയില്ല. അമ്മ സ്വപ്നം ചെയ്യുന്നു. അത്രയ്ക്ക് ബ്ലഡിന്റെ കൗണ്ട് കുറയുമ്പോൾ, പ്രിയ അങ്കിൾ ഫ്ലൂ ആയിട്ട് വന്നു, ഇതുവരെ ഫ്ലൂ തൊടാതിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാരണം ഇമ്മ്യൂണിറ്റി ഇല്ല ഡോക്ടർമാർ. യു ഡോണ്ട് ഹാവ് ഇമ്മ്യൂണിറ്റി. കാരണം ഞാൻ വിശ്വസിക്കുന്ന കർഗച്ചാല പ്രദേശത്ത് ഇവരെ കുടുംബമായി കൊണ്ടുവന്ന് ദൈവനാമത്തിന് നാമം ഉയർത്തണം. അവിടെ ഒരു പോകുന്ന ദേവദാസന് അവൻ തന്റെ റെന്റ് വരെ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കുന്നെങ്കിൽ തന്നെ എന്റെ ഉദ്ദേശം, ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അവിടുത്തെ പള്ളിയുടെ 100ാം വാർഷികമായിരുന്നു അല്ലേ? അവിടുത്തെ ഏറ്റവും ആക്റ്റീവായി നിന്ന വ്യക്തിയാണ്. പുള്ളിയെ കാത്തു നിന്ന് അവിടെ ചെല്ലാണ്ട് ഇതിനു വേണ്ടി അവൻ സ്വന്തം അത്ര ആക്റ്റീവായിട്ടുള്ള കർഗച്ചാലിലെ ഓർത്തഡോക്സ് ചർച്ചിൽ ആക്റ്റീവായി നിന്ന ഒരു വ്യക്തി. അവൻ കർത്താവ് ഈ നാളുകൾ ആ ദേശത്ത് ദൈവനാമം ഉയരണം. അവിടെ അവൻ സ്വന്തം ദൈവത്തിന്റെ ഉയർച്ച അവിടുത്തെ കർഗച്ചാൽ ഐ പി സഭയിൽ പോയി ശുശ്രൂഷിക്കാൻ, അല്ലെങ്കിൽ അവിടെ പോയി ആരാധിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തെങ്കിൽ അവിടെ അനേക കുടുംബങ്ങൾ അനേകരെ സത്യത്തിന്റെ കൃപയിലേക്ക് വരുവാൻ കർത്താവ് സമയമില്ല. അതുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ കോൺസിക്രേഷൻ, നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക പുതിയൊരു ഡയറക്ഷന് വേണ്ടി. അതാണ് അവൻ ആണ്ടർദിയോ എന്ന് പറയുന്നത്. The most important question tonight is not how successful was last year. ഡോക്ടർ പറഞ്ഞു, it's not a question. The question, it is not how difficult was last year. എത്ര കട്ടിയുള്ളതായിരുന്നു ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ. But this is what? Did I grow? ഞാൻ വളർന്നോ?
And what am I growing into? ഞാൻ ഒത്തിരി കാര്യം കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എങ്ങോട്ടാ വളരുന്നത്? വളർച്ച നമുക്ക് മരങ്ങളൊക്കെ വെക്കുമ്പോൾ ഓരോ മരങ്ങൾ വെക്കുമ്പോൾ അതിന് വളരേണ്ട രീതി വളർന്നില്ല. വളരാം, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോവാം, പക്ഷെ ആ ചെടി ഫലം കായ്ക്കത്തില്ല. അതുകൊണ്ട് വളർത്തേണ്ടത് ചില മുറിച്ച് അത് നേരെ വേണ്ട കാര്യങ്ങളൊക്കെ. ഞങ്ങൾ കരിമ്പ് വളർത്തുമ്പോൾ ചുമ്മാ കരിമ്പിനെ വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് താഴെ കിടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? കൂട്ടിക്കെട്ടും, അതിനുവേണ്ടി താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സ്വന്തം. അതുകൊണ്ട് and what am I growing into? Because everything alive is growing, but not everything alive is growing in the right direction. ജീവിക്കുന്ന എല്ലാം വളരുന്നുണ്ട്, പക്ഷെ എല്ലാം കറക്റ്റ് ദിശയിലല്ല വളരണം. ഇന്ന് പകൽക്കാലം I want to walk with you children. ഇതൊരു പുതിയ സീരീസ് ആണ്, ടീച്ചിങ് സീരീസ് ആണ്. നിങ്ങളും പഠിക്കുകയും നിങ്ങളും പഠിപ്പിക്കുകയും ചെയ്യേണ്ട സീരീസ് ആണ്. കാരണം മെയിൻ തിങ് അബൌട്ട് ക്രിസ്ത്യാനിറ്റി ഈസ് ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ്. മുമ്പോട്ട് പോകട്ടെ. the yearly declaration of 2026 നമുക്കൊരു പ്രഖ്യാപനം എടുക്കണം. സ്വന്തം കർത്താവേ, ഞാൻ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളരും. എത്ര പേർക്ക് പറയാം ആ ഒരു തീരുമാനം? കർത്താവേ, that's a declaration what you would going to take. അതിപ്പോ പാസ്റ്ററോടാണെങ്കിൽ സത്യം സംസാരിക്കണം, അല്ലെ? സ്നേഹത്തില്. ഇറ്റ്സ് നോട്ട് ഫ്രം എനിമിറ്റി. അത് വഴക്കിലോ പ്രശ്നത്തിലോ അല്ല. സ്നേഹത്തിൽ സത്യം സംസാരിച്ചിട്ടങ്ങോ എന്തിനു വേണ്ടിയാ? ക്രിസ്തുവാകുന്ന ലെറ്റ്സ് ഡിക്ലെയർ ഇറ്റ്. Ephesians chapter 4 verse 15. എന്നിട്ട് this is not merely a theme, this is God's design. ഇത് ചുമ്മാ തീമല്ല, ഇത് ദൈവത്തിന്റെ രൂപകൽപ്പനയാണ്. സഭയെ കുറിച്ചുള്ള രൂപകൽപ്പനയാണ്. വളരണം. അടുത്തത്, he does not save us to stay infants. ദൈവം എന്നെ രക്ഷിച്ചത് ശിശുവായിരിക്കാൻ വേണ്ടിയല്ല. he does not bless us to remain shallow. ക്രിസ്ത്യനായിട്ട് ഇരിക്കാനല്ല ജോലി തന്നത്, കുടുംബം തന്നത്, നന്മ തന്നത്, തലമുറകളെ അനുഗ്രഹിച്ചത്. നിനക്ക് അനുഗ്രഹം കിട്ടുന്തോറും ക്രിസ്തുവിൽ വളരാൻ വേണ്ടിയാണ് ദൈവം നിന്നെ അനുഗ്രഹിച്ചത്. he does not keep us alive to remain unchanged. എന്നും അനുഭവിച്ച് പക്ഷെ ഒരു മാറ്റവും ഇല്ല അങ്ങനെ നിൽക്കാനല്ല ദൈവം നിന്നെ ജീവനോടെ ഇന്ന് പകൽക്കാലം രാത്രികാലം വെച്ചിരിക്കുന്നോർത്തോണം. God's goal is your growth, my growth. എന്റെ വളർച്ചയായ എന്റെ ദൈവത്തിന്റെ ലക്ഷ്യം. സ്വന്തം growth into Christ. ക്രിസ്തുവാകുന്ന തലയോളം. ക്രിസ്തുവിന് മേൽ ആർക്കും വളരാൻ പറ്റില്ല. അനേകം വളരാൻ നോക്കി തകർന്നു പോയിട്ടേ ഉള്ളൂ. ക്രിസ്തുവാകുന്ന തലയോളം. അതുകൊണ്ട് സ്വന്തം ഒന്നാമത്തെ പോയിന്റ്, growth is God's intention. It's not an option. ദൈവത്തിന്റെ ലക്ഷ്യമാണ് നിങ്ങളുടെ എന്റെയും വളർച്ച. അത് നിങ്ങൾക്ക് ഓപ്ഷൻ അല്ല. വല്ലവനെ എങ്ങനെ അള്ളിപ്പിടിച്ചു? നിന്നെ അള്ളിപ്പിടിച്ചു പോകാൻ വിളിച്ചതല്ല, ക്രിസ്തുവിൽ വളരാൻ വേണ്ടി വിളിച്ചതാ. Scripture never treats spiritual growth as optional. 2 Peter 3:14 ക്രിസ്തുവിന്റെ ജ്ഞാനത്തിലും കൃപയിലും വളരാൻ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ പൂർണ്ണത എത്തുവോളം, ക്രിസ്തുവിൽ പൂർണ്ണനാകുവോളം വളരണമെന്ന് എഫെസ്യ ലേഖനം 4:13 വായിക്കുന്നു. സ്വന്തം എബ്രായ ലേഖനം 6:1 നമുക്ക് മെച്യൂരിറ്റിയിലേക്ക്, പക്വതയിലേക്ക് വളരാം. എന്നും അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കാതെ വളരാമെന്ന് വചനം പഠിപ്പിക്കുന്നു. ഒരു കാര്യം, രക്ഷ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇങ്ങോട്ട് രാത്രി വന്നു, ഒരു പാപി വന്നു, വിശ്വസിച്ചു, ഏറ്റു പറയുമ്പോൾ ഇൻസ്റ്റന്റ് ആണ് രക്ഷ. രക്ഷ എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവ് ഇൻസ്റ്റന്റ്ലി സേവ്ഡ് ആകും. പക്ഷെ ഒരു കാര്യം സ്തോത്രം ചെയ്യുന്നു, ഉടൻ തൽക്ഷണമുള്ളതാണ് രക്ഷയെങ്കിലും ഗ്രോത്ത് പെട്ടെന്ന് ഗ്രോ ചെയ്യുമോ? ഇതൊരിക്കലില്ല. ഗ്രോത്തിന് ടൈം എടുക്കും. അത് ഇന്റൻഷനല്ല. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി എഫർട്ട് ഇടേണ്ട കാര്യങ്ങൾ എഫർട്ട് ഇടണം. അതിനുവേണ്ടി ഉദ്ദേശപൂർവമായി, ഉദ്ദേശത്തോടു കൂടി ചെയ്താൽ മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. മനഃപൂർവ്വമായി ചില കാര്യങ്ങൾ വിടാനും ചില കാര്യങ്ങൾ സ്വീകരിക്കാനും ചെയ്താൽ മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. ഒരു കാര്യം ഓർത്തോണം, രക്ഷിക്കപ്പെടാം, പക്ഷെ നീ എന്നും കുറുതായിട്ടിരിക്കാം, സ്റ്റാഗ്നന്റ്, ഒരു ഗ്രോത്തും ഇല്ലാതിരിക്കാം. സ്വന്തം മുന്നേറ്റമില്ലാത്ത ഒരു രക്ഷ നിനക്കുണ്ടാകാം. അടുത്തത്, നീ റിഡീംഡ് ആകാം, വീണ്ടെടുക്കപ്പെട്ടവനാകാം, പക്ഷെ പക്വതയില്ലാത്ത, അവികസിതമായ വളർച്ചയില്ലാത്തൊരു വ്യക്തിയാകാം. നീ റിഡീംഡ് ആണ്, പക്ഷെ നിനക്കൊരു വികസനവുമില്ല. അടുത്തത്, യു ക്യാൻ ബി ബിസി, ഒത്തിരി ബിസിയാണ്, മിനിസ്ട്രി കൊണ്ടങ്ങ് ബിസിയാണ്, പക്ഷേ ബാരൻ ഇൻ ക്യാരക്ടർ, ക്രിസ്തുവിന്റെ സ്വഭാവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാകാം. നീ ഭയങ്കര ബിസിയാ, ഒത്തിരി മിനിസ്ട്രി ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും, പക്ഷെ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാകാം. സ്വന്തം ചെയ്യുന്നു. അത് നാം മനസ്സിലാക്കിയിരിക്കണം. സ്വഭാവത്തിൽ, ദൈവിക സ്വഭാവത്തിൽ ശൂന്യതയുള്ള ഒരു വ്യക്തിയാകാം. എന്നാൽ ഈ വർഷം ദൈവം അതിന് മീതെ പോകാൻ വിളിക്കുക. സ്വന്തം ചെയ്യുന്നു. സർവൈവൽ ഫെയ്ത്തിലല്ല, ജസ്റ്റ് ജീവിക്കാനുള്ളൊരു വിശ്വാസം, എങ്ങനെയെങ്കിലും ജീവിച്ചു കർത്താവിന്റെ ആഗ്രഹം സർവൈവൽ ഫെയ്ത്ത് അല്ല,
അതിനുപരിയായ ഒരു വളർച്ച. ആമേൻ സ്വന്തം ക്രൈസിസ് ക്രിസ്ത്യാനിറ്റിക്കല്ല ദൈവം നിന്നെ വിളിച്ചേക്കുന്നത്. അതായത് ആമേൻ പ്രതിസന്ധി കാലത്ത് ഒരു കർത്താവേ പ്രാർത്ഥന സ്വത്രം ഹല്ലേലൂയ അതിനും മീതെ വളരാണ് കർത്താവ് ഇന്ന് രാത്രി എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നീ കൺവീനിയൻസ് ഡിസൈപ്പിൾഷിപ്പിലല്ല, ആമേൻ സൗകര്യാനുസൃതമായ ശിഷ്യത്വം. എനിക്ക് സൗകര്യം തോന്നുമ്പോൾ ഞാൻ ഭയങ്കര ശിഷ്യനും ആത്മീയനുമാണ്. നോ, ആമേൻ സ്വതന്ത്രം ചെയ്യുന്നു. സമയത്തും അസമയത്തും ആമേൻ ക്രിസ്തുവിന്റെ ആമേൻ സ്വതന്ത്രം ആമേൻ ശരീരത്തോളം വളരുന്നവനായി തലയോളം വളരുന്നവനായി തീരുവാൻ ഈസ് കോളിംഗ് us to mature faith. ആമേൻ പക്വതയുള്ള വിശ്വാസത്തിലേക്ക്. അടുത്തത് ഗ്രോത്ത് ആസ് എ ഡിറക്ഷൻ, ആമേൻ unto the head. വളരുന്നത് എപ്പോഴും എങ്ങോട്ടായിരിക്കണം എന്നറിയാമോ? തലയെ ലക്ഷ്യമാക്കിയായിരിക്കണം. ഓർക്കണം, പോൾ പറയുമ്പോൾ എഫെസ്യ ലേഖനം 4:15 പോൾ പറയുന്നില്ല ആമേൻ ഗ്രോ ഇൻ ഗിഫ്റ്റ്സ്, കൃപാവരത്തിൽ വളരാനൊന്നും പറയുന്നില്ല. ആമേൻ ഈ 4:15 ആമേൻ സ്വതന്ത്രം ചെയ്യും. നമ്മൾ വായിച്ച വാക്യമാണത്. ഗ്രോ ഇൻ ഇൻഫ്ലുവൻസ്, എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിവുള്ളവനായി വളരാൻ പൗലോസ് പറയുന്നില്ല. ആമേൻ ഒരിക്കലും പൗലോസ് പറയുന്നില്ല ഗ്രോ ഇൻ നമ്പേഴ്സ്, എണ്ണത്തിൽ പെരുകാനും പൗലോസ് പറയുന്നില്ല. പിന്നെ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവാകുന്ന തലയോളം വളരുന്നതിൽ ആമേൻ നീ മുന്നിട്ട് നിൽക്കണം. ഗ്രോത്ത് ഇസ് നോട്ട് റാൻഡം. വളർച്ച യാദൃശ്ചികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. കഴിക്കേണ്ടത് കഴിക്കണം, എക്സസൈസ് ചെയ്യണം. നീ ചെയ്യേണ്ടതൊക്കെ വളരണം. ഇന്റൻഷൻ അല്ല, യാദൃശ്ചികമല്ല, റാൻഡം അല്ല. ആമേൻ ഗ്രോത്ത് ഇസ് നോട്ട് ഹൊറിസോണ്ടൽ. വളർച്ച സമാന്തരമായ നിലയിൽ നീങ്ങുന്ന ഒരു കാര്യമല്ല. ഗ്രോത്ത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഗ്രോത്ത് ക്രിസ്തു രൂപീകൃതമാണ്. ആമേൻ ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിനെ നിൽക്കൂടി കാണുന്നതാണ് വളർച്ച. ഒത്തിരി ആൾക്കാർ വളരാറുണ്ട്. മെനി പീപ്പിൾ ഗ്രോ ഇൻ നോളജ് ബട്ട് നോട്ട് ഇൻ ലവ്. ഒത്തിരി തലജ്ഞാനമുണ്ട്, വചനജ്ഞാനമുണ്ട്, സ്നേഹത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവും അവരുടെ ജീവിതത്തിലില്ല. മിനിസ്ട്രിയിൽ ഒത്തിരി വളരും, അവൻ ശുശ്രൂഷകളുണ്ട്, എല്ലാത്തിനും കഴിവ് മാറ്റി നിർത്താൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് ഒരിക്കലും താഴ്മയില്ല. അതൊരിക്കലും വളർച്ചയാണെന്ന് ചിന്തിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ദാറ്റ്സ് നോട്ട് ഗ്രോത്ത്. അവൻ നീ വളരുമ്പോൾ പക്വതയുള്ളവനായി തീരും. ആമേൻ സ്വന്തം ചെയ്യുന്നു. യു വിൽ ബി ഹംബിൾ ഇൻ യുവർ ലൈഫ്. ആമേൻ ഇൻആക്ടിവിറ്റി, ആമേൻ സ്വന്തം മെനി പീപ്പിൾ ഗ്രോ ഇൻ ആക്ടിവിറ്റി. ഓക്കെ, അവർ അനേകർ പ്രവൃത്തിയിൽ ഗ്രോ ചെയ്യും. ആമേൻ സ്വന്തം ചെയ്യുന്നു, ബട്ട് നോട്ട് ഇൻ ഇന്റിമസി. അവൻ സ്വന്തം ഇന്റിമസി കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാന്ന് തോന്നുന്നു അവൻ ഇംഗ്ലീഷ് വർഷിപ്പില് പറഞ്ഞു കർത്താവിനെ സ്നേഹിക്കുന്ന അതാണ് ഇന്റിമസി. ദൈവത്തെ സ്നേഹിക്കുന്ന ഇന്റിമസി. യു കമ്മിങ് ടുഗദർ വിത്ത് ഹിം. ആമേൻ അത് വേറെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവനോട് സംസാരിക്കാൻ അടുപ്പത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് അവൻ സ്വന്തം വളർച്ച എന്ന് പറയുന്നത്. ആക്ടിവിറ്റി അല്ല, എത്ര കാര്യം നീ ചെയ്തു, ഇന്ന കാര്യം ചെയ്തു, ദാറ്റ്സ് നത്തിങ്. ദൈവവുമായിട്ടുള്ള അടുപ്പം. എന്നാൽ ഈ വർഷം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഒറ്റ ദിശയിലേക്ക് വളരുന്ന ഒരു വർഷമാകട്ടെ. അതാരാ? മറ്റൊന്നുമല്ല, സഭയല്ല, മറ്റു മനുഷ്യരല്ല, ക്രിസ്തുവാകുന്ന തലയിലേക്ക് വളരുന്ന ഒരു വർഷമായിട്ട് മാറാൻ ആമേൻ സ്വന്തം കർത്താവ് നമ്മുടെ വളർച്ചയ്ക്ക് ഒരു ദിശ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ടുവേർഡ് ക്രൈസ്റ്റ്, ലൈക്ക് ജീസസ്, ആമേൻ ഫോർ ജീസസ്, യേശുവിനെ പോലെ യേശുവിനെ വളരുന്ന ഒരു വർഷം. അപ്പോൾ ഓർക്കണം, ഗ്രോത്തിന് ഡയറക്ഷൻ ഉണ്ട്. രണ്ടാമത്തത്, ഗ്രോത്ത് ഓർഗാനിക് ആണ്, ആർട്ടിഫിഷ്യൽ അല്ല. ആമേൻ സ്വന്തം വളർച്ച വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് അതിനകത്ത് ഗ്രോത്ത് ഇല്ല. അവൻ ഓർഗാനിക് ആണ് ഗ്രോത്ത്. പൗലോസ് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദം ഒരു മെഷീന്റെ ഭാഷയല്ല, ഒരു ശരീരം അല്ലെ, നിറ്റ് ടുഗദർ, ഓർഗൻസ് എല്ലാം വർക്കിംഗ് ടുഗദർ. ഗ്രോത്ത്, ശിശു വളരുന്നു. അപ്പോൾ നോക്കണം, ഒരു വളർച്ച അവൻ കുറിച്ച് പറയുമ്പോൾ അവൻ സ്വന്തം ഒരു ബോഡിയുടെ ലാംഗ്വേജ് പൗലോസ് ഉപയോഗിക്കുന്നത്. അവൻ കൊലോസ്യർ 2:7 റൂട്ടഡ്. അവൻ എന്തെന്നറിയാം, ഒരു ചെടി വെക്കണമെങ്കിൽ അതിന് വേരാദ്യം ഇറങ്ങണം. അടുത്തത് നറിഷ്ഡ്, ജോയിൻ ടുഗദർ, ബിൽഡപ്പ്. ഇത് വളർച്ചയെ കാണിക്കുന്ന, ഒരു ശരീരത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഗ്രോത്ത് ആർക്കും ഫോഴ്സ് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും ഇത് പറയുമ്പോഴാണ് ഞാൻ പണ്ട് ക്രിസ്ത്യൻ ചെയ്തൊരു എന്തോ പ്രോജക്റ്റ് അല്ലേ, എന്തോ പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഈ പയറിന്റെ വിത്തിട്ടിട്ട് കിളിർത്തിട്ട് ഏത് ലൈറ്റ് വെച്ചാലാണ് കൂടുതൽ വളരുന്നത്. ദാറ്റ് വാസ് എ പ്രോജക്റ്റ്. കൃഷി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു. സമയം ഇൻകാൻഡസൻ ലൈറ്റ് ഇട്ടു, പിന്നെ എല്ലാ സ്പെക്ട്രം ഉള്ള ലൈറ്റ്, സമയം എല്ലാ സ്പെക്ട്രം ഉള്ള ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഇത് നല്ലതായിട്ട് വളരണം. പക്ഷെ ക്രിസ്ത്യൻ നോക്കിയിട്ട് ഇത് വളരുന്നില്ല. ആ ക്രിസ്ത്യൻ കരഞ്ഞു, തിയറി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത അവർക്ക് വിഷമം. ഇത് വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ വളർച്ച എന്ന് പറയുന്നത്. പുഷ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല വളർച്ച. അവൻ കാരണം അതിന് ഒരു ട്രീയെ പോലെ വേര് താഴേക്ക് എന്ത് ചെയ്യണം, ഇറങ്ങണം. ഇറങ്ങണ്ടൊക്കെ എടുത്തിട്ട്
അതുകൊണ്ട് 1-ാം സങ്കീർത്തനം ആമേൻ സ്വന്തം ആമേൻ യഹോവയിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് പറയും, ദുഷ്ടന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് പറയുക, അവൻ ഒരു നല്ല ഭക്തൻ വളരുന്നവൻ ആറ്റരികത്ത് അതിന്റെ വേര് താഴേക്ക് ഇറങ്ങി പോകുന്തോറും അതിന്റെ വളർച്ച മുകളിലേക്ക്. ശുദ്ധരഭാതന ഇതൊക്കെ വലിയ ആഴമറിയ മർമ്മ. ഈ വർഷം നമുക്ക് ഒത്തിരി ഇതിനകത്ത് സിങ്ക് ചെയ്യണം. എന്നിട്ട് അത് ഇറങ്ങുന്തോറും താഴോട്ട് വേര് ആഴുന്തോറും മുകളിലേക്ക് മരമുയരുക. അതുകൊണ്ട് തീരുന്നില്ല. ഫ്രൂട്ട് അപ്പിയേഴ്സ് ആഫ്റ്റർ സീസൺ. പെട്ടെന്നല്ല ഫലം. ഇന്ന് നട്ടാ ഉടനെ നാളെ പറിക്കാൻ പറ്റുമോ? ഇല്ല. അത് കാലങ്ങൾ കൂടി പോകണം. ഇന്ന് അനേകം കാലങ്ങൾ കൂടി പോകാം. ചില കാലങ്ങൾ കൂടി വേദനകളുടെ കാലം. നമുക്കറിയാം മഴക്കാലമുണ്ട്, വിന്റർ കാലമുണ്ട്, ഫോൾ ഉണ്ട്, പല സീസൺസ്. എല്ലാ സീസൺസ് ഒരുപോലെ. ഇപ്പൊ ഈ വിന്റർ വന്നപ്പോ എല്ലാം പൊഴിഞ്ഞു, ഒന്നുമില്ലാതെ ഭംഗിയില്ലാതെ നമ്മളെ നോക്കിയ ആൾക്കാർക്ക് ഒരു ഭംഗിയും തോന്നാത്തതുപോലെ ആ തണുപ്പ് സറൗണ്ടിങ്സ് നമ്മുടെ ഇലയെല്ലാം പൊഴിച്ചിട്ട് നമ്മളെ കണ്ടാൽ അയ്യോ ഉണങ്ങി കത്തിപ്പോകുന്ന ഉണങ്ങിയ മരങ്ങളെ പോലെ നിർത്തുന്ന സീസൺസ് ജീവിതത്തിൽ വരാം. ആ സീസൺസ് വരുമ്പോൾ നീ ദൈവത്തെ ഇട്ടിട്ട് പോകല്ലേ. ആ സീസൺ നിന്നെ തകർക്കാനല്ല, ദൈവം നിന്നെ രൂപപ്പെടുത്താനുള്ള സീസൺസ്. മറന്നുകൊള്ളാം. ഈസ് റൂട്ടിംഗ് ഇൻ യു ദിസ് ഇയർ. ഗോഡ് ഈസ് നോട്ട് റഷിംഗ് അസ്. നിങ്ങൾ ആരും റഷ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഗീവ് ഇറ്റ് ടു ഗോഡ്. ദൈവം നിങ്ങളെ മോൾഡ് ചെയ്യുന്ന രീതിയിൽ മോൾഡ് ചെയ്യട്ടെ. ചിലപ്പോൾ നിങ്ങൾ കുടുംബജീവിതത്തിൽ പ്രശ്നം കാണാം. നിങ്ങൾ തകർച്ചകൾ കൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നിരാശകൾ കൂടെ പോകുന്നു. That's okay. That's a season. അതൊരു കാലമാണ്. ഈ കാലം മാറി മറിയുന്ന ഒരു സമയമുണ്ട്. എന്നാൽ ഈ കാലങ്ങൾ ഉപയോഗിച്ച് നിന്നെ വളർത്തുന്ന ഒരു ദൈവമാണ്. അവൻ നിന്നെ ക്രിസ്തുവിൽ വീരൊന്നുമാറാക്കുകയാ. അടുത്തത് ഗ്രോത്ത്, വളർച്ചയ്ക്ക് ഒരു കാര്യം വേണം. തലയുമായിട്ടൊരു ബന്ധം വേണം. തലയുമായിട്ട് ബന്ധമില്ലെങ്കിൽ നോ ബോഡി പാർട്ട് സർവൈവ്സ്. ഡിസ്കണക്റ്റഡ് ടു ഹെഡ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തലയില്ലാതെ വഴി ആരും നടന്നു പോകുന്നേ? തല പോയാൽ എന്ത് ചെയ്തു? You cannot. അതുപോലെ no body part disconnected from head. Can't survive. കാരണം ഹെഡിൽ നിന്ന് പോയാൽ ഡിറക്ഷൻ ലൂസ് ചെയ്യും. കോർഡിനേഷൻ ലൂസ് ചെയ്യും. ഇവൻച്വലി ജീവൻ തന്നെ പോകും. ജീസസ് ഇസ് നോട്ട് ജസ്റ്റ് എ സേവിയർ, ഈസ് നോട്ട് ജസ്റ്റ് എ ടീച്ചർ, ഹി ഇസ് ദ ഹെഡ്. സ്വന്തം ചെയ്യുന്നു. രക്ഷകൻ മാത്രമല്ല യേശു. സ്വന്തം ചെയ്യുന്നു. നിന്നെ പഠിപ്പിക്കുന്ന ഉപദേഷ്ടാവ്. നമ്മൾ കണ്ടു പാതകൾ ശുശ്രൂഷ നടത്തിയപ്പോൾ ഞാൻ ടീച്ചറായിരിക്കുന്നത് ചെയ്തെങ്കിൽ നിങ്ങൾ ചെയ്യുന്നു. ടീച്ചർ മാത്രമല്ല യേശു. യേശു നിന്റെ തലയാണ്. ജീസസ് ഇസ് യുവർ ഹെഡ്. അത് മറന്നു പോകരുത്. ഫ്രം ഹിം ഫ്ലോസ് വിസ്ഡം, ലൈഫ്, ഡയറക്ഷൻ ആൻഡ് സ്ട്രെങ്ത്. അതിൽ നിന്നില്ലാതെ നീ എവിടെ നിന്ന് ഡയറക്ഷൻ പ്രാപിക്കാൻ നോക്കിയാലും യുവർ ലൈഫ് വിൽ ബി എ ഫെയിലിയർ. ജീസസ് സെഡ് ലൈക്ക് ദിസ്, എന്നെ പേരിൽ നിങ്ങൾക്കൊന്നും apart from you. നിന്റെ ഡിഗ്രി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ വീടുകോ കോടിക്കണക്കുള്ള who cares? നിനക്ക് എത്ര $1 billion ബിസിനസ്സോ എത്ര അനുഗ്രഹങ്ങളോ സർട്ടിഫിക്കേഷൻസോ ഉണ്ടെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. തലയുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ സ്വന്തം ചെയ്യുന്നു ഒരു കാര്യവുമില്ല. സ്വന്തം യേശു പറഞ്ഞു, എന്നെ പറ്റി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യേശു പറഞ്ഞില്ല that not you can do less, not you can do something, but nothing. ക്രിസ്തുവിനെ പിരിഞ്ഞ് തലയെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദിസ് ഇയർ അവർ ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺ അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്, നോട്ട് സ്ട്രൈവിംഗ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ പാർക്കുന്നതിലാണ് നമ്മുടെ വളർച്ച. അല്ലാതെ നിങ്ങളുടെ അധ്വാനമോ നിങ്ങളുടെ സ്ട്രൈവിംഗിലോ നിങ്ങളുടെ ശ്രമത്തിലോ അല്ല. എന്നിൽ വസിപ്പി, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫലം കായ്ക്കും. അടുത്തത് ഒബീഡിയൻസ്, അനുസരണത്തിലാണ്. നിങ്ങളുടെ അംബിഷനിലല്ല. ക്രിസ്തുവിനോടുള്ള അനുസരണമാണ്, ആഗ്രഹമോ ലക്ഷ്യമോ അല്ല. ക്രിസ്തുവിനോടുള്ള ഒബീഡിയൻസിനാണ് നിങ്ങളുടെ ഗ്രോത്ത് ഇരിക്കുന്നത്. അടുത്തത് ഡിപ്പെൻഡൻസ്, നോട്ട് ഓൺ സെൽഫ് എഫേർട്ട്. സ്വയം പരിശ്രമിക്കുന്നതിലല്ല, പൂർണ്ണമായും ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിലാണ് നിങ്ങളുടെ വളർച്ച. ഇന്ന് സ്വന്തമായി വളരാൻ ആരും ശ്രമിക്കേണ്ട. ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ പരിശുദ്ധൻ പറയുക. അവിടെ നാം വായിച്ച വാക്യം നമ്മൾ കുറിയ വാക്യമാണ്. For from him the whole body grows, build itself up in love. ഇനി അടുത്തത് മുമ്പോട്ട് പോകട്ടെ. 5ാമത്തെ കാര്യം, ഗ്രോത്ത് ഹാപ്പൻസ് ത്രൂ സീസൺസ്. അതുകൊണ്ട് ആരും സീസൺസിനെ പരി പറയരുതേ. വേനൽക്കാലമുണ്ട്, ഉഷ്ണമുണ്ട്. സ്വന്തം ശീതകാലമുണ്ട്, വിന്റർ ഉണ്ട്. സ്വന്തം മറ്റിടയ്ക്കുള്ള കാലങ്ങൾ പലതുമുണ്ട്. ട്രീസ് ഗ്രോസ് ത്രൂ റെയിൻ, ഡ്രൗട്ട്, ഹീറ്റ് ആൻഡ് കോൾഡ്, പ്രൂണിംഗ് ആൻഡ് പേഷ്യൻസ്. ഓർത്തോണം, വളർച്ച നിന്നെ എങ്ങനെയാ? ഇന്ന് രാത്രി നിങ്ങളെ നയിക്കുന്ന ഏത് പാതയാണേലും God is doing a work in you. അങ്ങനെയാണ് വിശ്വാസികളും. So do believers. Some of you grow through
grew through tears. ഇവിടെ ചിരിക്കുന്ന ചിലർ കണ്ണീരിൽ കൂടി വളർന്നവരാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ വെയിറ്റിംഗ്, ഡിസിപ്ലിൻ, ലോസ്, ഇതിൽ കൂടെ ഒക്കെ നിങ്ങൾ വളർന്നവരാണ്. But hear this tonight, nothing God allowed last year was wasted. ദൈവം കഴിഞ്ഞ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ അനുഭവിച്ച വേദനകൾ, ദുഃഖങ്ങൾ, അവൻ ജോനമോളൻ സാക്ഷ്യം പറഞ്ഞപ്പം ഒത്തിരി ഡൗൺസ്, അവൻ ഒത്തിരി വേദനകള്, അവൻ നമ്മൾ ഓരോരുത്തരും കേട്ടു, കഷ്ടങ്ങള്, പ്രീപോസങ്ങൾ പറഞ്ഞു. ഇതൊന്നും വേസ്റ്റഡ് അല്ലെന്ന് ഓർത്തോണം. അവൻ പ്രൂണിങ്, നിങ്ങളെ ചെത്തുന്നത് എന്തിനു വേണ്ടി എന്നറിയാമോ? ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി. അവൻ പ്രഷർ പ്രൊഡ്യൂസസ് ഡെപ്ത്. പ്രഷറിൽ കൂടി നിങ്ങൾ പോകുമ്പോൾ മെന്റൽ ടോർച്ചർ, അത് നിങ്ങൾ ആഴമേറിയ വിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. ഡിലേ ഡെവലപ്ഡ് എൻഡ്യൂറൻസ്. ചിലപ്പോൾ പ്രാർത്ഥിച്ചതിന് മറുപടി തരാതെ ദൈർഘ്യം വരുത്തിയത് നിങ്ങൾ സ്വന്തം കാത്തിരിപ്പാൻ, സഹിഷ്ണുത നിങ്ങൾ വർദ്ധിപ്പിക്കാനിടയായി. അതുകൊണ്ട് ആ സങ്കീർത്തനം 92 പറയുന്നത് സ്വന്തം നീതിമാന് എങ്ങനെ പന പോലെ കരയ്ക്കും, വാർദ്ധക്യത്തിലും അവൻ ഫലകായ്ക്കും, പുഷ്ടി വെച്ച് പച്ച പിടിച്ചുമിരിക്കും. ഇന്ന് രാത്രികാലം ദൈവത്തിൽ വളർന്നവന് അവൻ സ്വന്തം ചെയ്യുന്ന കാലങ്ങൾ അവന്റെ ജീവിതത്തിൽ വളർച്ചയായിട്ട് മാറ്റും. ഇതൊരു പ്രാവചനികമായ വിളിയാണ് നിങ്ങൾക്ക്. This year will not be marked merely by new resolution, new plan, new loud, how loud our services are or how full our calendars are. ഇതൊന്നും ആസ്പദമാക്കിയല്ല നിങ്ങളുടെ വളർച്ച ഇരിക്കുന്നത്, നിങ്ങളുടെ വർഷത്തെ മാർക്ക് ചെയ്യുന്നത്. But by deeper roots, ആഴത്തിൽ വേരൂന്നി ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ സ്ട്രോങ്ങർ ഫെയ്ത്ത്, ആഴമേറിയ വിശ്വാസത്തില്, ക്ലിയറർ ക്രൈസ്റ്റ് ലൈക്നെസ്, കൂടുതൽ മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ. കഴിഞ്ഞ വർഷം നിങ്ങൾ കൂടി ക്രിസ്തുവിനെ കണ്ടതിനേക്കാൾ ഉപരി നിങ്ങൾ യേശുവിനെ കാണുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ. ദിസ് ഇയർ ഈസ് എ ഇയർ ടു ഗ്രോ ഇൻ ദ വേർഡ്. വചനത്തിൽ വളർന്ന വർഷമാകട്ടെ, പ്രാർത്ഥനയിൽ വളർന്ന വർഷമാകട്ടെ, ലവിൽ സ്നേഹത്തിൽ വളർന്ന വർഷമാകട്ടെ, വിശുദ്ധിയിൽ വളർന്ന വർഷമാകട്ടെ, ഫലത്തിൽ വളർന്ന വർഷമാകട്ടെ. ഇത് മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ലെന്ന് ഓർത്തുകൊള്ളുക, പക്ഷെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ. ഈ 2026 സ്വന്തം ഒന്ന് ചിന്തിച്ചാല് 2026 ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞ ദിവസം 26 എങ്ങനെ എനിക്ക് കണക്ട് ചെയ്യാൻ കർത്താവെ തീമുമായി. I was just researching when I calculated ന്യൂമറോളജി ഒന്നും പ്രസംഗിക്കില്ല, but I was interested to see certain things. 2026 നിങ്ങൾ എഴുതി ഒന്ന് കൂട്ടിയാൽ you will get total 10. 2 plus 0 plus 2 plus 6 is equal to 10. ഇപ്പൊ ഞാൻ വചനത്തിലേക്ക് നോക്കുമ്പോൾ വചനത്തിൽ ഒത്തിരി പത്തുകളെ കാണാൻ പറ്റും. അതെല്ലാം ഒരു കംപ്ലീഷൻ ഓഫ് ഓർഡർ, സ്വന്തം ഒരു ഡിവൈൻ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന കാണാൻ കഴിയും. 10 കൽപ്പനകൾ ഒരു കാര്യങ്ങൾ കംപ്ലീഷൻ ഓഫ് ഓർഡർ. സ്വന്തം ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കാര്യം. 10 പ്ലേസ് ദൈവം റെസ്പോൺസിബിൾ ആക്കുക, ശിക്ഷ കൊടുക്കുന്ന ഒരു കാര്യം. 10 കന്യകമാര് സ്വന്തം ചെയ്യുന്നു, ഉത്തരവാദിത്വത്തെ ഓർപ്പിക്കുന്ന ഒരു കാര്യം. 10 താലന്തുകൾ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്യുന്ന, അല്ലെങ്കിൽ ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി ചോദിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ബിബ്ലിക്കൽ മീനിങ് കംപ്ലീഷൻ ഓഫ് വാട്ട് ഗോഡ് റിക്വയർസ്. ദൈവം നിങ്ങളുടെ തരുന്ന കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു നീ മെച്ചൂരിറ്റിയിലേക്ക് വരണം, സ്പിരിച്വൽ മെച്ചൂരിറ്റിയിലേക്ക്. നോട്ട് വന്ന് കൈയടിച്ച് ആരാധിച്ചു പോകുന്നതല്ല, ആത്മീയമായ പക്വതയിലേക്ക് വരണം. അത് അനുസരണത്തിൽ കൂടി സ്വന്തം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ശരിയാണല്ലോ. സ്വന്തം ചെയ്യുന്നു. Connecting the theme, growing unto Christ is about spiritual maturity and responsibility. ആത്മീകമായ പക്വതയും ഉത്തരവാദിത്വമാണ് ക്രിസ്തുവാകുന്ന തലയോളം വളരുക എന്ന് പറഞ്ഞ് 26 അക്കം മാത്രം നോക്കിയാൽ മതി. സ്വന്തം അതിനും ഒരു വലിയ കണക്ഷൻ ഉണ്ട്. 26 എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി നിങ്ങൾ ദൈവത്തിന്റെ നാമത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അക്കമാണ് 26. നിങ്ങൾ റിസർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ദൈവത്തെ വിളിക്കുന്ന പേര് യാഹ്വേ. അത് എബ്രായ പദം യാഹ്വേ നിങ്ങൾക്ക് അവിടെ കാണാം. YHWH എന്ന് എഴുതത്തുള്ളൂ. They don't write Yahweh fully. ആ വേർഡ് മൊത്തം എഴുതിട്ട് അതിന്റെ ടോട്ടൽ ഓഫ് നമ്പർ എഴുതി കഴിഞ്ഞാലും 26 എന്ന് വരും. This is one of the most widely recognized numeric association in biblical studies. Meaning 26, the revealed presence of the authority of God. ദൈവത്തിന്റെ അതോറിറ്റിയുടെ വെളിപ്പെടുത്തപ്പെട്ട സ്വന്തം ഒരു വിഷയം. കണക്ഷൻ തീം, നിങ്ങൾ എത്ര വരെയാ വളരേണ്ടത്? ക്രിസ്തുവാകുന്ന തലയോളം. ക്രിസ്തു ആരെ കാണിക്കുന്നു? ദൈവത്തിന്റെ. യോഹന്നാന്റെ സുവിശേഷം 1:18 അവൻ ദൈവത്തിന്റെ പ്രതിഫലനമാണ്. കൊലോസ്യർ 2:9 ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ആരിൽ വസിക്കുന്നു? ക്രിസ്തുവിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ തീമുമായിട്ട് ഒരു വലിയ ലക്ഷ്യമുണ്ട്. 2026 തലയോളം വളരുന്ന ഒരു വർഷം. 2026 സ്വന്തം ചെയ്യുന്നു. When you combine 10 and 26, maturity/responsibility and God's name or divine authority,
ക്രിസ്തുവാകുന്ന തലയോളം നീ വളരുക മാത്രമല്ല, അവൻ പക്വതയിലും അവൻ ഉത്തരവാദിത്വത്തിലും അവൻ ദൈവമക്കൾ എന്ന ഉത്തരവാദിത്വത്തിലും വളരുന്ന ഒരു വർഷമാണ്. You get a year that symbolically emphasizes mature people living under divine headship. മെച്ചൂർ ആയിട്ടുള്ള വിശ്വാസികൾ. ആ തലയാര നമ്മളല്ല, ക്രിസ്തുവാകുന്ന തലയുടെ അധീനതയിൽ നിൽക്കുന്ന വിശ്വാസികൾ. സ്തോത്രം ചെയ്യുന്നു. That aligns perfectly with our growing unto head, Jesus Christ theme. This year is the year we grow, not outwardly. പുറമേയുള്ള വളർച്ചയല്ല, but upwardly. മണ്ടക്കോട്ട്, മുകളിലേക്ക്, unto the head, Jesus Christ. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിലേഖനത്തിൽ പറയുന്ന പോലെ നിങ്ങളിൽ തന്റെ പ്രവൃത്തിയെ തുടങ്ങിയവൻ കർത്താവിന്റെ വരവോളമില്ലെയും പൂർത്തീകരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പറയാൻ, കർത്താവേ എന്നെ വളർത്തണമേ. This is the year of growing unto the head Christ. ക്രിസ്തുവാകുന്ന തലയോളം വളരുന്ന ഒരു വർഷം. വളരാതെ അവന്റെ അടുക്കൽ എത്തുവാൻ നമ്മെ കൊണ്ട് കഴിയില്ല. നമുക്ക്